പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നിന്റെ സഹനങ്ങളുടെ കാലങ്ങളിൽ നിന്റെ കണ്ണുകൾ ആരെയാണ് കാണുന്നത്? നിന്റെ സങ്കടങ്ങളിൽ, നിന്റെ തകർച്ചകളെ നീ നോക്കിയിരിക്കുമ്പോൾ, നിന്റെ വേദനകളെ നീ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ, ആ വേദനകളിൽ നീ ആരെ കാണും? ചോദ്യത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഇന്നത്തെ ഒന്നാം വായനയിൽ ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായനയാണ്. ജോബ് പറയുകയാണ്, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതെയായാലും ഞാൻ എൻ്റെ മാംസത്തിൽ എൻ്റെ കർത്താവിനെ കാണും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എൻ്റെ രക്ഷകനെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും എന്നാണ് പറയുന്നത്. അതായത് മക്കൾ മരിച്ചു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, ദാസന്മാർ കൊല്ലപ്പെട്ടു, ഒട്ടകങ്ങൾ പോയി, സമ്പത്ത് മുഴുവൻ പോയി എന്ന് മാത്രമല്ല, കുഷ്ഠരോഗം ബാധിച്ച് ചർമ്മം അഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചർമ്മം അഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ജോബിൻ്റെ മനസ്സിൽ ചില ചിന്തകൾ കയറി വരുന്നുണ്ട്. ഞാൻ ഇത്രമാത്രം നന്മ പ്രവർത്തിച്ചിട്ടും, ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും, നീതിയിൽ ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദുരിതമുണ്ടാകുന്നത് എന്ന പ്രലോഭനമൊക്കെ, അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ ഉയരുന്നുണ്ട്. എങ്കിലും അവൻ പറയുകയാണ്, എൻ്റെ കർത്താവിന് ഞാൻ ഈ ദുരിതത്തിൻ്റെ കാലങ്ങളിൽ, ഈ വേദനയുടെ കാലങ്ങളിൽ, ഈ നഷ്ടത്തിൻ്റെ കാലത്ത്, ഈ സങ്കടത്തിൻ്റെ കാലത്ത്, ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്ന, ഒന്നും ഒരു നന്മയും എനിക്കുണ്ടാകുന്നില്ല എന്ന് തോന്നുന്ന ഈ പ്രഭാതത്തിൽ അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ കർത്താവിനെ, എൻ്റെ രക്ഷകനെ എൻ്റെ പക്ഷത്തുള്ളവനായി, എനിക്കെതിരെ നിൽക്കുന്നവനായിട്ടല്ല, എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനായി, എന്നെ കരം പിടിച്ച് നടത്തുന്നവനായി ഞാൻ കാണുമെന്ന് കൈയടിച്ച് കർത്താവിന് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ മനോഭാവം ഒരു ചെറിയ മനോഭാവമല്ല. വേദനിച്ച് കട്ടിലിൽ കിടക്കുകയാണ്, കൈയും കാലും അനക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്, അരക്കെട്ടിന് താഴേക്ക് ശരീരം തളർന്നു കിടക്കുകയാണ്. അങ്ങനെ തളർന്നു കിടക്കുന്നൊരു മനുഷ്യൻ കർത്താവിന് ഞാൻ എൻ്റെ പക്ഷത്ത് കാണുന്നു, കർത്താവാണ് എന്നെ നയിക്കുന്നതെന്ന് കാണുന്നു എന്ന് പറയാൻ കഴിയുന്നത് വലിയൊരു കാര്യമാണ്. കേട്ടു നിൽക്കുന്നവന് കണ്ണീര് വരുന്നൊരു കാര്യമാണ്. പക്ഷെ അവനവൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, കർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ ചർമ്മം അഴുകിയില്ലാതെയായാലും 12 വർഷമായി ഞാൻ ഈ കട്ടിലിൽ അടങ്ങാതെ കിടക്കുകയാണെങ്കിലും എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണുന്നു. നമുക്ക് കണ്ണുകളടക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ചർമ്മമഴുകിയില്ലാതെയായി പോകുന്ന ചില സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതയാത്ര നടക്കാറുണ്ട്. ചർമ്മം മാത്രമല്ല, മാംസവും അഴുകിയില്ലാതെയാവുകയാണ്. ബാക്കിയാവുന്നത് ചില അസ്ഥികൾ മാത്രമാണ്. അതും പതുക്കെ പതുക്കെ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും നടുവിൽ അദൃശ്യനായ കർത്താവിൻ്റെ ചൈതന്യം കാണാൻ, അവൻ നിന്റെ പക്ഷത്തുള്ളത് കാണാൻ തക്കവിധം ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. അങ്ങനെ കാണാൻ കഴിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖദുരിതങ്ങളുടെ മധ്യേ നമ്മുടെ കൂടെ, നമ്മൾ എറിയപ്പെട്ട അഗ്നികുണ്ഡത്തിൽ നമ്മോടുകൂടെ നാലാമനായി കർത്താവുണ്ടായിരുന്നത് കാണാൻ കഴിയാതെ പോയ സമയങ്ങളിൽ ഓർത്തനുതപിച്ചുകൊണ്ട് ഈശോയെ, ഞങ്ങളുടെ കണ്ണുകൾ